ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. റെവലേഷൻ സ്റ്റഡി സീരീസിലേക്ക് കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ 7 മുദ്ര പഠിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാമത്തെ മുദ്രയാണ്, അല്ലെങ്കിൽ കറുത്ത കുതിര. ഇന്നെനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. പക്ഷേ ദൈവം എന്നോട് എന്താണോ പറയാൻ ആവശ്യപ്പെടുന്നത് അത് മാത്രമായിരിക്കും ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരുങ്ങേണ്ട സമയമാണ്. ഇനി നമുക്ക് അധികം സമയമില്ല. നമ്മുടെ കൃപയുടെ കാലം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞകാല സംഭവങ്ങളാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതെങ്കിലും ആ കഴിഞ്ഞകാല സംഭവത്തിൽ നിന്നും നമുക്ക് ഈ കാലത്തേക്ക് വരാൻ പോകുന്ന കാലത്തേക്ക് പഠിക്കാൻ സാധിക്കും. കാരണം തിരുവചനത്തിൽ 2 തരത്തിൽ ഭാവിയെ തിരുവചനം നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നു. ഒരുവിധം പ്രവചനമാണ്. യഹോവ ദൈവം തന്നെ പറഞ്ഞ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നടക്കുന്ന മുൻപേ ഞാൻ പറയുന്നുണ്ട്, അത് നടക്കുമ്പോൾ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമെന്ന്. അതേപോലെ തന്നെ 1 കൊരിന്ത്യർ 9:10 പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. 2 വിധത്തിൽ. അപ്പോൾ ഈ 3-ാമത്തെ മുദ്രയെ ഞാൻ ടൈപ്പോളജി, അല്ലെങ്കിൽ ഇതെല്ലാം അവർക്ക് ദൃഷ്ടാന്തമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിതിൽ നിന്നൊരു പാഠമുണ്ട്. ആ തരത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള വെളിപ്പാട് പഠന ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ വാസന പിതാവേ, അടിയൻ്റെ സന്നിധിയിലേക്ക് പിതാവേ വരുന്നു. പിതാവേ, അടിയൻ എന്ത് സംസാരിക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് മാത്രം സംസാരിക്കാൻ കൃപശനെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എൻ്റെ വായിൽ നൽകാൻ കൃപശനെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പറയാൻ അനേക കാര്യമുണ്ടെങ്കിലും ദൈവം എന്താണോ ഇച്ഛിക്കുന്നത് അത് മാത്രം പറയുവാൻ അടിയങ്ങളുടെ ജീവിതം മാറുവാൻ കൃപശനെ പ്രാർത്ഥിക്കുന്നു. ഇത് അടിയൻ സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന കാണികളോട് മാത്രമല്ല എന്നോടുമാണ്. എനിക്കും വളരെ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. ദൈവം ആ മാറ്റം എൻ്റെ ഹൃദയത്തിലും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും മാറ്റം കൊണ്ടുവരാൻ കൃപശനെ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചോദിച്ചത് കുറവാണെങ്കിലും കൂടുതൽ നമ്മൾ കൊണ്ട് നിറയ്ക്കണമെന്നും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 3-ാമത്തെ മുദ്രയാണ്. 3-ാമത്തെ മുദ്ര എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കറുത്ത കുതിര, അതിലിരിക്കുന്ന കയ്യിൽ ഒരു തുലാസുണ്ട്. അതാണ് നമ്മൾ 3-ാമത്തെ മുദ്രയെക്കുറിച്ച് നമ്മൾ കാണുന്ന ചിത്രം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. നമ്മൾ ചരിത്രമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വെള്ളക്കുതിര കാണിക്കുന്നത് അപ്പോസ്തലന്മാരുടെ സഭയെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഭ വിജയിച്ച് മുന്നേറി. അതിനുശേഷം ചുമന്ന കുതിര വന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് വലിയ ഉപദ്രവം പിശാച് സഭയുടെ മേൽ അഴിച്ചുവിട്ടു. പിന്നെ 3-ാം നമ്മൾ കാണാൻ സാധിക്കുന്നത് ഒരു കറുത്ത കുതിരയാണ്. ഇതിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സഭയിലേക്ക് ലോകം നുഴഞ്ഞു കയറിയത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 3-ാമത്തെ മുദ്രയുടെ സന്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോകം സഭയിൽ നുഴഞ്ഞ് കയറിയത്. പിശാചിന് അവൻ്റെ പദ്ധതിയിൽ എപ്പോഴും 2 പ്ലാൻസ് ഉണ്ടായിരുന്നു. പ്ലാൻ എ, പ്ലാൻ ബി. പ്ലാൻ എ എന്ന് പറയുന്നത് അവൻ ഉപദ്രവിച്ച് ദൈവത്തിൻ്റെ സഭ ഇല്ലാതാക്കാൻ നോക്കും. നമ്മൾ സ്മിർന സഭയെക്കുറിച്ച് പഠിച്ച സമയത്ത്, നമ്മൾ ചുമന്ന കുതിര പഠിച്ച സമയത്ത് നമ്മൾ പറയുകയുണ്ടായി, ഓരോ വ്യക്തികൾ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്നതോടൊപ്പം അനേക വ്യക്തികൾ അതിനോട് കൂടെ ചേർന്നു. കാരണം അന്ന് വലിയ കൊലോസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അവർ കൊലോസത്തിൽ ഇരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ ഇങ്ങനെ സിംഹത്തിന് ഇരയേറ്റ് കൊടുക്കുന്നു, അവരെ ജീവനോട് കത്തിക്കുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് അവരുടെ മനസ്സിൽ, അവരുടെ മുഖത്ത് കാണുന്ന വലിയൊരു സന്തോഷമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചിട്ടില്ലേ, നമ്മുടെ അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിൽ ആയിരിക്കുന്ന സമയത്ത്, സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് കാരാഗൃഹത്തിൽ ആയിരിക്കുന്ന സമയത്ത് അവർ ദൈവത്തെ സ്തുതിച്ച് പാടി. അപ്രകാരം ഒരു അനുഭവമായിരുന്നു ആ കാലത്തെ ക്രിസ്ത്യാനികൾക്ക്. അപ്പോൾ അവർ ചിന്തിച്ചു, നമ്മൾ നാളെയും ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇവർ ഇപ്പോൾ മരിച്ചു പോകും, പക്ഷെ നമുക്കില്ലാത്ത എന്ത് സന്തോഷമാണ്, നമുക്കില്ലാത്ത എന്ത് സമാധാനമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വിശ്വാസത്തിന് വേണ്ടി അവർ മരിക്കാൻ തുനിയുന്നുവെങ്കിൽ എനിക്കും അപ്രകാരം വിശ്വാസം എനിക്കും വേണം എന്നുള്ള ചിന്തയായിരുന്നു. അതിനുശേഷം പിശാച് തൻ്റെ പ്ലാൻ ബിയിലേക്ക് കയറി. പ്ലാൻ എ പരാജയപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്തു? പ്ലാൻ ബി ആണ്. എന്ത് ചെയ്യുക? നുഴഞ്ഞു കയറുക. സുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് നുഴഞ്ഞു കയറിയിട്ട് സഭയെ അകത്തു നിന്ന് തകർക്കുക. ഇത് നമുക്ക് തിരുവചനത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഉപദ്രവം നമുക്കറിയാം. 2 ആരാധകർ, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിലും കെയിനും ആബേലും. ആബേൽ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രകാരം യാഗം കഴിച്ചു. കെയിൻ തൻ്റെതായ വിധത്തിൽ യാഗം കഴിച്ചു.
അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കെയിൻ ആബേലിനെ കൊന്നു. പെർസിക്യൂഷൻ, ഉപദ്രവം. അങ്ങനെ ദൈവത്തിൻ്റെ വംശപാരമ്പര്യം തുടർന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു പ്രശ്നമില്ല. അപ്പോൾ പിശാചിൻ്റെ രണ്ടാമത്തെ പദ്ധതി നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഉൽപ്പത്തി 6 വായിക്കാം. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിയും പുത്രിമാരുമായിട്ട് ഒന്നു ചേർന്നു. അതിനുശേഷം അവർക്ക് ഉണ്ടായ വംശപാരമ്പര്യം അനാക്യ മല്ലന്മാരെ പോലെ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ഉപദ്രവിച്ചു തുടങ്ങി. ഉപദ്രവം നടക്കുന്നില്ല എന്ന് പിശാച് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവജനത്തിൻ്റെ ഇടയിൽ, ദൈവമക്കളുടെ ഇടയിൽ അവരുടെ ആണുങ്ങളെ ഇവിടെ ഈ കേനിൻ്റെ വംശപാരമ്പര്യ പെണ്ണുങ്ങൾ വിവാഹം കഴിച്ചു. നേരെ തിരിച്ചും സംഭവിച്ചു. അങ്ങനെ ആകെ 8 പേർ മാത്രമാണ് നോഹയുടെ കാലഘട്ടത്തിൽ നീതിമാന്മാരുടെ ദൈവം കണ്ടത്. ആ വെള്ളപ്പൊക്കത്താൽ ഭൂമിയെ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ 8 പേരെയും കൂടി നശിപ്പിക്കുമായിരുന്നു. ഇത് തന്നെയാണ് ഇരുണ്ട കാലയുഗത്തിൽ നടന്നത്. ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന കാലയുഗത്തിലും നടക്കാൻ പോകുന്നത്. 7 സഭകൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ ഏറ്റവും അവസാനമായി നടക്കാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെയുള്ള കാലഘട്ടത്തിൽ പറയുമ്പോൾ അതേപോലെയാണ് 7 മുദ്രയും. അങ്ങനെയാണെങ്കിൽ ഈ 7 സഭകളും 7 മുദ്രയുമായിട്ട് എന്തായിരുന്നു താരതമ്യം ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത് നമ്മൾ ചിന്തിച്ചതാണ്. ആദ്യത്തെ സഭ എഫെസോസ് ആണ് നമ്മൾ വെള്ളക്കുതിരയായിട്ട് വിജയിച്ച് മുന്നേറായിട്ട് കണ്ടത്. അത് അപ്പോസ്തലന്മാരുടെ സഭയാണ്. പിന്നെ നമ്മൾ കണ്ടത് സ്മിർനയുടെ സഭയാണ്. അതാണ് ചുമന്ന കുതിരയായിട്ട് ഉപദ്രവിക്കപ്പെട്ട സഭ. അതുകൊണ്ടാണ് അതിന് നിറം ചുമപ്പായത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 3ാമത്തെ കുതിരയാണ്, കറുത്ത കുതിര. അത് ഏത് സഭയാണ്? പെർഗമോസ് സഭ. പെർഗമോസ് സഭയെക്കുറിച്ച് സഹോദരി എലൻ ജി വൈറ്റ് ഇപ്രകാരം പറയുന്നു: പിശാചിൻ്റെ സിംഹാസനം പെർഗമോസിലായിരുന്നു. അത് നമ്മൾ വെളിപ്പാട് നമ്മളത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പഠനം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ റെവലേഷൻ സ്റ്റഡി സീരീസിന് പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഓരോ എപ്പിസോഡിൽ പെർഗമോസിനെ കുറിച്ച് ഞാൻ 1-2 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് എന്താണ് വിവരണം നൽകുന്നത് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ പറയുന്നത് പെർഗമോസ് സഭയെക്കുറിച്ച് പ്രവാചകയുടെ വായിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിശാചിൻ്റെ സിംഹാസനം എവിടെയായിരുന്നു? പെർഗമോസ് സഭയായിരുന്നു. ഇത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റീൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും അവിടെ മുതൽ തുടങ്ങി എങ്ങനെയാണ് പാപ്പാത്വ റോമ സ്ഥാപിക്കപ്പെടുന്നത് അതിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ പെർഗമോസ് സഭ എന്ന് പറയുന്നത് പ്രാകൃത റോമ സാമ്രാജ്യം അല്ലെങ്കിൽ പ്രാചീന റോമ സാമ്രാജ്യം, പേഗൻ റോമൻ എംപയറും പേപ്പൽ റോമൻ എംപയറും അല്ലെങ്കിൽ പാപ്പാത്തും തമ്മിലുള്ള ഒരു ലിങ്കാണ്. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണികയാണ് ഈ പെർഗമോസ് എന്ന് പറയുന്നത്. ആ പെർഗമോസ് തന്നെ ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ 2 വ്യക്തി. എന്താണ്? അനീതിയുടെ കൂലി കൊതിച്ച ബിലിയാമിനെ കുറിച്ച്. ഈ ബിലിയാമിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷെ അവിടെ ബിലിയാം, അപ്പോൾ ബിലിയാമിൻ്റെ അതേ സ്വഭാവം നമ്മൾ എവിടെയും കാണണം, ഈ 3ാമത്തെ കുതിരയിലും കാണണം. നമുക്ക് വായിച്ചു തുടങ്ങാം. 5-ാം വാക്യം: 3ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 3ാമത്തെ ജീവി എപ്രകാരമാണ്? മനുഷ്യനെ പോലെയുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. 6-ാം വാക്യം: ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഇത് മാത്രമാണ് 3ാമത്തെ മുദ്രയെക്കുറിച്ച് നമുക്ക് ഉള്ള വിവരണം. പക്ഷേ ഇത് തന്നെ ആഴമേറിയതാണ്. ആദ്യം തന്നെ ഈ കുതിരയുടെ നിറം എന്താണ്? കറുപ്പ്. നമ്മൾ ആദ്യത്തെ മുദ്ര പഠിച്ചപ്പോൾ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു പഠിച്ചു. 2ാമത്തെ മുദ്ര പഠിച്ചപ്പോൾ ചുവപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വില്യം മില്ലർ ഇപ്രകാരം എഴുതി: ദിസ് സീൽ ഏതിനെ കുറിച്ചാണ്? 3ാമത്തെ മുദ്രയെ കുറിച്ചാണ്. ദിസ് സീൽ വാസ് ഓപ്പൺഡ് ഇൻ ദ ഡേയ്സ് ഓഫ് കോൺസ്റ്റാന്റിൻ വെൻ റിലീജിയൻ ബിക്കേം പോപ്പുലർ ആൻഡ് വാസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ to power, and this seal agrees with the Pergamos church as to time and place. എന്നാണ് പറഞ്ഞത്. ഈ മുദ്ര തുറക്കപ്പെട്ടത് കോൺസ്റ്റാന്റീൻ്റെ കാലത്ത്, ക്രിസ്തു മതം ഏറ്റവും ആ സമയത്ത് പ്രധാന മതമായി മാറിയ സമയത്ത്, ഇത് ക്രൈസ്തവ സഭയ്ക്ക് അധികാരം ലഭിക്കുന്ന സമയത്തെക്കുറിച്ചാണ്. ഇത് തന്നെയാണ് പെർഗമോസ് സഭയുടെ കാലഘട്ടവും പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മൾ സ്മിർന സഭയെക്കുറിച്ച് പഠിച്ച സമയത്തും
രണ്ടാമത്തെ മുദ്ര പഠിച്ച സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ സ്മിർന സഭ പഠിച്ചപ്പോൾ 10 ദിവസത്തെ ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ഏകദേശം 10 വർഷമാണ്. അത് എംപറർ ഡയോക്ലീഷ്യൻ്റെ കീഴിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം കോൺസ്റ്റാന്റിൻ ഭരണത്തിൽ വന്നു. കോൺസ്റ്റാന്റിൻ ഭരണത്തിൽ വന്ന സമയത്ത് ഒരു യുദ്ധത്തിനിടയിൽ ഒരു യുദ്ധം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതിൻ്റെ സത്യസന്ധത, അദ്ദേഹം പറഞ്ഞത് ശരിയാണോ നുണയാണോ, അതോ ആ കാലഘട്ടത്തിലെ ഏകദേശം മിക്കവരും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ട് കിട്ടാൻ റോമാ സാമ്രാജ്യത്തെ ഏകീകരിക്കാൻ വേണ്ടി പറഞ്ഞ് നുണയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അത് നമുക്ക് ദൈവത്തിന് മാത്രമേ അറിയാവൂ. പക്ഷെ കോൺസ്റ്റാന്റിൻ പറഞ്ഞത് ഈ മുദ്രയാൽ നിങ്ങൾ കീഴടക്കും എന്നാണ്. അതൊരു കുരിശിന് മുദ്രയാണ്. അപ്പോൾ ചരിത്രം പറയുന്നത് കോൺസ്റ്റാന്റിൻ എന്ത് ചെയ്തു? ഈ കുരിശ് എന്ത് ചെയ്തു? തങ്ങളുടെ പട്ടാളക്കാരുടെ ഷീൽഡിൽ വരച്ചു. ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിൻ വന്ന സമയത്ത് പെർസിക്യൂഷൻ നിർത്തി. അതേപോലെ ക്രൈസ്തവ മതത്തെ അവിടുത്തെ ഒഫീഷ്യൽ റിലീജിയൻ ആക്കി മാറ്റി, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ തന്നെ മതമാക്കി മാറ്റി. അത് 312 AD നടന്നതാണ്. പക്ഷേ ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമായിരുന്നു. ഞാൻ പറഞ്ഞു, പിശാചിൻ്റെ പ്ലാൻ എ എന്ന് പറയുന്നത് എപ്പോൾ നോക്കിയാലും ഉപദ്രവിക്കുക, നശിപ്പിക്കുക എന്നാണ്. പക്ഷെ പിശാച് കണ്ടപ്പോൾ സഭ എന്ത് ചെയ്യുന്നില്ല? സഭയുടെ അംഗങ്ങളുടെ എണ്ണം കുറയുന്നില്ല. വിശ്വാസികൾ ഈ വിശ്വാസം ത്യജിക്കുന്നില്ല. ഇന്ന് നമ്മൾ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വിശ്വാസത്തെ ത്യജിക്കുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഉപദ്രവത്തെ നേരിട്ട സമയത്തും അവർ വിശ്വാസത്തെ ത്യജിച്ചില്ല. അപ്പോൾ പിശാചിൻ്റെ പ്ലാൻ ബി ആക്കി മാറ്റി. എങ്ങനെയാണ് കേനിൻ്റെ പുത്രിമാർ ദൈവത്തിൻ്റെ പുത്രന്മാരിലേക്ക് ലയിച്ചു ചേർന്ന് അവരെ ജലപ്രളയത്തിൻ്റെ വക്കോളം കൊണ്ടെത്തിച്ചോ, അതേപോലെ ആദിമകാല സഭയെ അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നത് ഇതേപോലെ അവരിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ടാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നിറം എപ്രകാരം, ഇതിൽ അനേക കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. ചുമപ്പിൽ നിന്നും എങ്ങനെയാണ് കറുപ്പിലേക്ക് ഈ നിറം മാറിയത്? സ്മിത്ത് എന്ന വ്യക്തി എഴുതിയ പുസ്തകത്തിൽ പ്രകാരം പറയുന്നു. ഇവരെല്ലാം നമ്മളുടെ അഡ്വന്റിസ്റ്റ് ചർച്ച് പയനിയേഴ്സിൻ്റെ പുസ്തകങ്ങളാണ്. ഞാൻ ഇത് കോട്ട് ചെയ്യുന്നത്. ഹൗ റാപ്പിഡ്ലി ദി വർക്ക് ഓഫ് കറപ്ഷൻ പ്രോഗ്രസ്. വാട്ട് എ കോൺട്രാസ്റ്റ് ഇൻ ലൈൻ ബിറ്റ്വീൻ ദ സിംബൽ ആൻഡ് ദ ഫസ്റ്റ് വൺ. A black horse, the very opposite of white, a period of great darkness and moral corruption in the church, must be denoted by this symbol. By the events of the second seal, the way was fully opened for the state of things to be brought about which is here presented. The time that intervened between the reign of Constantine and establishment of papacy in AD 538 may be justly noted as the time when the darkest error and the grossest superstitions sprang up. എന്താണ് കറുപ്പ് നിറം? ചുമപ്പ് നിറത്തിൽ നിന്നും ആദ്യം വെള്ളയായിരുന്നു, ആ വെള്ളയിൽ നിന്ന് ചുമപ്പ്, കറുപ്പ്. ഇത് എപ്രകാരമാണ് ഇത്രത്തോളം മാറിയത്? കറുപ്പ് നമുക്കറിയാം, വേദപുസ്തകം എന്ന് പറയുന്നത് ഓപ്പോസിറ്റിൻ്റെ പുസ്തകമാണ്. വെളിച്ചം, ഇരുള് എന്നൊരു സംഭവം ഇല്ല. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇരുൾ എന്നൊരു സംഭവമില്ല. വെളിച്ചത്തിൻ്റെ അഭാവം, ദി ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഈസ് ഡാർക്ക്നെസ്. നമുക്ക് ഒരിക്കലും ഇരുളിനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല, ഇരുളിനെ കൂടുതൽ ഇരുട്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ വെളിച്ചത്തെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. അപ്പോൾ വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. എന്താണ് വെളിച്ചം? സങ്കീർത്തനത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും വെളിച്ചവും ആകുന്നു. അതേപോലെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എങ്ങനെയാണ്? ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായി മാറും. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വചനത്തെയാണ്. ആ വചനം നമ്മൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം ഇല്ലാതെ രണ്ടാം കാലഘട്ടം അല്ലെങ്കിൽ രണ്ടാം മുദ്രയുടെ കാലഘട്ടത്തിൽ ഉപദ്രവം നടന്നു. ആ ഉപദ്രവം മാറ്റി കോൺസ്റ്റാന്റിൻ എന്ത് ചെയ്തു? ജനങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ആയിരിക്കണം ക്രിസ്ത്യാനിത്വത്തെ ഒരു ഒഫീഷ്യൽ റിലീജിയനാക്കി മാറ്റി. അങ്ങനെ ഒഫീഷ്യൽ റിലീജിയനാക്കി മാറ്റിയതിന് ശേഷം അനേകരെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അവരെല്ലാം പ്രാകൃത റോമ ദൈവങ്ങളെ, ബാബിലോണിയ ദൈവങ്ങളെ എന്ന് തന്നെ പറയണം, ആരാധിക്കുന്നവരായിരുന്നു. അവരെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ആ മേന്മ, അതിലെ മൂല്യങ്ങൾ ഇതെല്ലാം കുറയ്ക്കണം. ഇത് കുറച്ചാൽ മാത്രമാണ് അവർക്ക് വരാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും ഇതേ ഒരു മനോഭാവം നമുക്ക് നമ്മുടെ സഭയിൽ കാണാം. നമുക്ക് യുവജനങ്ങളെ നമ്മുടെ സഭയിലേക്ക് ചേർക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അംഗത്വ തരം സംഗീതം വേണം. ദൈവമക്കളെ,
തെറ്റായിട്ടുള്ള മാർഗമാണ്. ദൈവം ഒരിക്കലും നമ്മുടെ സ്റ്റാൻഡേർഡിനെ കുറയ്ക്കാൻ പറയുന്നില്ല, നമ്മുടെ മൂല്യങ്ങളെ കുറയ്ക്കാൻ പറയുന്നില്ല. അതിന് എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. സഹോദരൻ എൻജിയുമായിട്ട് സെവൻത് അഡ്വന്റിസ്റ്റ് മൂവ്മെൻറ്റിനെ ഒരു ദർശനത്തിൽ കണ്ടപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ നേരെ വളരെ മുകളിൽ സഞ്ചരിക്കുന്നതാണ്. നമ്മൾ ലോകത്തിൽ നിന്നും വിഭിന്നരാണ്. ഈ ദൂത്, ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇല്ലാതെയാകും. സെവൻത് അഡ്വന്റിസ്റ്റ് സഭയുടെ പ്രത്യേകത നമുക്ക് നഷ്ടമാകും. പക്ഷേ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഇതാണ് ചെയ്തത്. അവരെ കൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ചില മാതൃകകൾ, അവരുടെ ചില ആരാധനക്രമങ്ങൾ, അവരുടെ ചില വിഗ്രഹങ്ങൾ, അവരുടെ ചില ആഘോഷങ്ങൾ സഭയിലേക്ക് കൊണ്ടുവന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ അതേ പുസ്തകത്തിൽ തന്നെ നമുക്ക് തുറന്നു പറയുന്നുണ്ട്. From hence arose the extravagant veneration for departed saints. ഇന്ന് കത്തോലിക്ക സഭ ചെയ്യുന്നത് പോലെ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുക. മദർ തെരേസ വിശുദ്ധനാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും സിസ്റ്റർ അൽഫോൻസ വിശുദ്ധയാണ്. അപ്പോൾ ഇതേപോലെ അങ്ങനെ വിശുദ്ധ, അത് റോമാക്കാർ ആരാന്ന് വന്നതാണ്. ചരിത്രം പറയുന്നതാണ്. And those absurd notion of certain fire destined to purify separate souls that now prevail and which the public marks were everywhere to be seen. അതേപോലെ പർഗേറ്ററി, നമ്മൾ ക്രിസ്തു മരിച്ചു, പക്ഷെ നമുക്ക് വേണ്ടി മരിച്ചില്ല. അതാണ് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ഇതെല്ലാം റോമാക്കാരിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് മരിച്ചതിന് ശേഷം നമ്മൾ പർഗേറ്ററി എന്ന ഫേസിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കണം, തീയിൽ കൂടി കടന്നു പോകണം. ഇതെല്ലാമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശുദ്ധമാക്കുന്ന തീ, ക്രിസ്തു രക്തത്തിൽ നമ്മൾ ശുദ്ധമാക്കാൻ സാധിക്കില്ല. ഈ തീയാണ് നമ്മൾ ശുദ്ധമാക്കുന്നത്. അതും ആ മതത്തിൽ നിന്ന് കയറി വന്നത്. എത്ര മ്ലേച്ഛകരം എന്ന് പറയണം. ക്രിസ്തുവിൻ്റെ രക്തത്തിന് സംഗീതനാമത്തിൽ സകല പാവങ്ങളും, അത് നമ്മുടെ പാവങ്ങൾ എത്രത്തോളം കടും ചോപ്പേറിയതായാലും അതിന് കഴുകിക്കളയാൻ അവൻ്റെ രക്തത്തിന് സാധിക്കും. പിന്നെ അവിടെ പറയുന്നത് ഹെൻസ് ആൾസോ ദ സെലിബസി ഓഫ് ദ പ്രീസ്റ്റ്. നമ്മുടെ ഈ പുരോഹിതന്മാർ കല്യാണം കഴിക്കാൻ പാടില്ല. അതേപോലെ കന്യാസ്ത്രീകൾ അവർ കല്യാണം കഴിക്കാൻ പാടില്ല. ലൈംഗികമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇതും അവരിൽ നിന്ന് വന്നതാണ്. ദ വർഷിപ്പ് ഓഫ് ഇമേജസ് ആൻഡ് റിലിക്സ്, വിഗ്രഹങ്ങൾ ആരാധിക്കുക, അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അതേപോലെ റിലിക്സ് which in process of time almost utterly destroyed the Christian religion. ഈ കാര്യങ്ങളെല്ലാം സഭയിലേക്ക് കയറി വന്ന സമയത്ത് ക്രൈസ്തവ മതത്തെ നശിപ്പിച്ചു. എന്തൊക്കെയാണ് ഇങ്ങനെ കയറി വന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ജുപ്പിറ്ററാണ്. ഈ ജുപ്പിറ്ററിൻ്റെ വിഗ്രഹത്തെ ആ കാലഘട്ടത്തെ ക്രൈസ്തവർ എടുത്തിട്ട് അതിനെ പത്രോസാക്കി മാറ്റി. തീർന്നില്ല. പക്ഷെ വേറെ ഉദാഹരണം, ഇത് ഹെർമീസ് എന്ന ദേവനാണ്. ഈ ഹെർമീസ് എന്ന ദേവനെ എടുത്തിട്ട് നല്ല ഇടയനായ ക്രിസ്തു ആക്കി മാറ്റി. ഇവിടെ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് അവരുടെ ഇതേപോലെ പ്രാകൃത മതങ്ങളുടെ വിഗ്രഹങ്ങൾ ചില മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നു, അതിനുള്ള ചിത്രമാണ്. ഇത് കത്തോലിക്കർ വിശേഷിപ്പിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ചിത്രമാണ്. അടുത്തത് മഡോണയും ഒരു കുഞ്ഞും എന്നുള്ള ആ വിഗ്രഹത്തെ എടുത്തു മാറ്റി മേരിയും അല്ലെങ്കിൽ മറിയയെയും കുഞ്ഞ് ബാലനായ കർത്താവ് യേശു ക്രിസ്തുവിനെയും ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ അനേക കാര്യങ്ങൾ. അങ്ങനെ തന്നെയാണ് ഞായറാഴ്ച നിയമം കടന്നു വന്നത്. 321 AD കോൺസ്റ്റാന്റിൻ ഇങ്ങനൊരു കൽപ്പന പുറപ്പെടുവിച്ചു. On the venerable day of the sun, let the magistrates and people residing in cities rest and let all workshop be closed. എന്തുകൊണ്ട് ഞായറാഴ്ച? ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യനെ ആരാധിക്കുന്ന ദിവസമാണ്. അതിനെ സഭയിലേക്ക് കൊണ്ടുവന്നു. വിശുദ്ധ ശബത്തിനെ മാറ്റി, 7-ാം ദിനമാകുന്ന വിശുദ്ധ ശബത്തിനെ മാറ്റി അത് 1-ാം ദിവസമാക്കി മാറ്റി, എല്ലാ കടകളും അടയ്ക്കാനും ആദ്യം ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ക്രിസ്ത്യാനിത്വം എന്ത് ചെയ്തു? വ്യഭിചരിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ ബാലാമിന്റെ കഥ പറഞ്ഞു. വെളിപ്പാട് നമ്മൾ വായിക്കുകയാണെങ്കിൽ 2-ാമത്തെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച 2 പാപങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ വ്യഭിചാരവും, ഇംഗ്ലീഷ് ഫോണിക്കേഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കുക. അതിലൊന്ന് ഫോണിക്കേഷൻ. ഇത് ഉദ്ദേശിക്കുന്നത് സാധാ ഫോണിക്കേഷൻ വ്യഭിചാരമല്ല, ആത്മീയ വ്യഭിചാരം. കാരണം ഇസ്രായേലിനെ ദൈവം ഒരു മണവാട്ടിയെന്നും യഹോവയെ ദൈവം ഭർത്താവാകുന്നുവെന്നും
ഹോശേയ പ്രവചനം, അതേപോലെ പല വേദപുസ്തകത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഈ ദൈവത്തെ വിട്ട് വേറൊരു സ്ത്രീയുടെ വേറൊരു ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത് തന്നെയാണ് ആത്മീയ വ്യഭിചാരം. നമ്മളിവിടെ ഇനി നമുക്ക് ആഴത്തിലേക്ക് കടക്കമുണ്ട്. കറുപ്പിനെ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചിന്തിക്കാം. സദൃശവാക്യം 7-ാം അധ്യായം 8, 9, 10. സദൃശവാക്യം 7-ാം അധ്യായം 8, 9, 10. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരമുള്ള രാത്രി അവളുടെ വീട്ടിൻ്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റുന്നു. അന്ധകാരം അല്ലെങ്കിൽ ഡാർക്ക്നെസ് എന്ന് ഉപയോഗിക്കുന്നത്, അതും ബ്ലാക്ക് നമുക്ക് അല്ലെങ്കിൽ കറുപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ കറുപ്പ് എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്? വ്യഭിചാരിണി, വേശ്യാസ്ത്രീയായിട്ട്. വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ, പെർഗമ സഭയ്ക്ക് ശേഷം വരുന്ന സഭയാണ് തുയത്തര. ആ തുയത്തരയിൽ ജെസബേലുണ്ട്. ജെസബേൽ വേദപുസ്തകം പറയുന്നത് ഒരു വേശ്യാസ്ത്രീ എന്നാണ്. ജെസബേൽ എന്തിനെ കാണിക്കുന്നു? വിശ്വാസത്യാഗം സംഭവിച്ചു. കാരണം സ്ത്രീ എപ്പോഴും സഭയാണ്, യഹോവയാണ് ഭർത്താവ്. പക്ഷേ ആ യഹോവയെ ദൈവം വിട്ട് വേറെ ഇതിൽ പോയാണെങ്കിൽ നമ്മുടെ സാധാരണ നാട്ടിൽ നമ്മൾ എന്ത് പറയും? വ്യഭിചാരിണി എന്ന് പറയും, വേശ്യാസ്ത്രീ എന്ന് പറയും, വ്യഭിചരിക്കുന്നു എന്ന് പറയും. അത് തന്നെയാണ് ആ സഭയും ചെയ്തത്. അപ്പോൾ കറുപ്പ് അതിലേക്ക് നയിക്കുന്നു. വേറെ പ്രധാനപ്പെട്ടത് ക്ഷാമത്തെയും കറുപ്പ് കാണിക്കുന്നു. വായിക്കാം. സദൃശവാക്യം വിലാപങ്ങൾ 5:10. വിലാപങ്ങൾ 5:10. ക്ഷാമത്തിൻ്റെ കാഠിന്യം നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു. അപ്പോൾ ക്ഷാമം എന്തിലേക്ക്, കറുപ്പ് എന്തിലേക്കും കൂടി ചൂണ്ടുന്നു? ക്ഷാമം. അപ്പോൾ ഈ ക്ഷാമം ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മാത്രം ക്ഷാമമാണ്. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം എന്ന് പറയുന്നു. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ക്ഷാമം അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറയുന്നത് ക്ഷാമത്തെക്കുറിച്ചുള്ള വാക്യം തന്നെയാണ്. അത് നമ്മൾ സാക്ഷാൽ കുടിക്കുന്ന ഭക്ഷണവും വെള്ളവും മാത്രമല്ല, ദൈവത്തിൻ്റെ തിരുവചനം. അപ്പോൾ തിരുവചനത്തെ വേണ്ടി ഉള്ള ഒരു ക്ഷാമവും കൂടി അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ഇല്ലാതാകുമ്പോൾ അത് വെളിച്ചമാണ്, ഇരുളിലേക്ക് നയിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടാതാകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ക്ഷാമം ഉണ്ടാകുന്നു. ക്ഷാമം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മരണത്തിലേക്ക് നയിക്കുന്നു. അത് തന്നെയാണ് 4-ാമത്തെ മുദ്രയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ 4-ാമത്തെ മുദ്ര പഠിക്കുമ്പോൾ അവിടെ മരണം അതിനെ പിന്തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് മരണം അവിടെ വന്നു? 3-ാമത്തെ മുദ്രയുടെ കാലഘട്ടത്തിൽ ക്ഷാമം ഉണ്ടായി. എന്തിന് ക്ഷാമമാണ്? ഈ അപ്പത്തിനും വെള്ളത്തിനേക്കാൾ ഉപരി ദൈവവചനത്തിന് വേണ്ടിയുള്ള ക്ഷാമം. അതേപോലെ ഡെസോലേഷൻ എന്നൊരർത്ഥം കൂടെയുണ്ട്. എന്താണ് ഡെസോലേഷൻ? അല്ലെങ്കിൽ ശൂന്യമാകുക. യെരമ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായം 27, 28. നമ്മൾ കറുപ്പിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നത്. യെരമ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായം 27, 28. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല. ഇത് നിമിത്തം ഭൂമി വിലപിക്കും, മീതെ ആകാശം കറുത്തുപോകും. അപ്പോൾ ഇവിടെ കറുപ്പും ശൂന്യമാകുക എന്ന കുറിച്ചും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്തു വയ്ക്കുക. എന്തൊക്കെയാണ് കറുപ്പ് സൂചിപ്പിക്കുന്നത്? കറുപ്പ് വേശ്യയ്ക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. ജെസബേൽ എന്ന വേശ്യ അടുത്ത സഭയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെ 4-ാമത്തെ മുദ്രയിലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വിശ്വാസത്യാഗം സംഭവിച്ച കത്തോലിക് സഭയെക്കുറിച്ച് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ക്ഷാമമാണ്. ദൈവത്തിന് തിരുവചനം ഇല്ലാതാകുന്നതുകൊണ്ട് ക്ഷാമം. അതാണ് ഇരുണ്ട കാലയോഗം എന്ന് പറഞ്ഞാൽ അത് കറുത്ത കുതിരയെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനി നമ്മൾ അങ്ങോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ക്ഷാമത്തെക്കുറിച്ച് വിവരിക്കുന്ന വാക്യങ്ങൾ ഈ 3-ാമത്തെ മുതൽ പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ശൂന്യമാക്കുക. അപ്പോൾ കറുത്ത കുതിരയുടെ കാലഘട്ടം എന്താണ്? കോൺസ്റ്റാന്റിൻ ഭരണത്തിൽ വന്ന കാലഘട്ടം മുതൽ 538 എന്ത് സംഭവിച്ചു? അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചുകൂടി നിങ്ങൾക്ക് ചരിത്രം ഒന്ന് വിവരിച്ചു തരാം. കോൺസ്റ്റാന്റിൻ ചക്രവർത്തി അദ്ദേഹം രാജാവായി എടുത്ത ശേഷം, ക്രിസ്തു മതം സ്വീകരിച്ച ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ തലസ്ഥാനം റോമ സാമ്രാജ്യത്തിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ മാറ്റിയ സമയത്ത് വെസ്റ്റേൺ റോമൻ എംപയറിന്, പടിഞ്ഞാറൻ റോമ സാമ്രാജ്യത്തിന്
ഒരു അധികാരി വേണം. അപ്പോൾ ആ സമയത്തെ റോമിലെ ബിഷപ്പിന് അധികാരം കൊടുത്തു. ടെമ്പറൽ ആയിട്ടുള്ള അധികാരമാണ്. പക്ഷേ 538 AD ജസ്റ്റിനിയൻ ചക്രവർത്തി കാലഘട്ടം മുതൽ അവർക്ക് പരിപൂർണ അധികാരം, അതിന് അവർക്ക് എന്ത് ചെയ്തു, സ്റ്റേറ്റിൻ്റെ അധികാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം, രാജ്യത്തെ ഭരിക്കേണ്ട അധികാരങ്ങൾ ലഭിച്ചു. അങ്ങനെ 4ാമത്തെ മുദ്രയുടെയും 4ാമത്തെ സഭയുടെ കാലഘട്ടം അവിടെ തുടങ്ങുന്നു. അപ്പോൾ കറുത്ത കുതിര എവിടെ മുതൽ തുടങ്ങുന്നു? കോൺസ്റ്റാന്റിൻ്റെ കാലഘട്ടം മുതൽ 538 BC വരെയാണ്. ഇവിടെ ഇത്രത്തോളം വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 5-ാം വാക്യം. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ തുലാസ് സൂചിപ്പിക്കുന്നത്? തുലാസ് സൂചിപ്പിക്കുന്നത് രണ്ടർത്ഥമുണ്ട്. തുലാസ് നമുക്ക് ഒരു ന്യായവിധി എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദാനിയേലിന്റെ പ്രവചനം 5-ാം അധ്യായത്തിൽ ദൈവം നിന്നെ മെനെ തെക്കൽ ഉഫസിൻ എന്ന വാഴ്ത്ത് രാജാവ് കാണേണ്ടി വന്നത് നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു, നിനക്ക് കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയും തൂക്കി നോക്കുക, വെയ് ചെയ്യുക എന്നുള്ള അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എല്ലായിടത്തും ഒരേ അർത്ഥമല്ല. പിന്നെ എന്തിനാണ് നമ്മൾ തുലാസ് ഉപയോഗിക്കുന്നത്? ധാന്യത്തെക്കെല്ലാം നമ്മൾ അളന്നു കൊടുക്കാൻ. കാരണം ആ ധാന്യത്തെക്കുറിച്ച് ഇനിയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് പറയുന്ന 2 ധാന്യങ്ങൾ ഏതൊക്കെയാണ്? ഗോതമ്പും യവവും, വീറ്റ് ആൻഡ് ബാർലി. ഇത് രണ്ടും അവിടുത്തെ സ്റ്റേപ്പിൾ ക്രോപ്പാണ്, പ്രധാനപ്പെട്ട ഭക്ഷ്യ വസ്തുവാണ്. നമുക്ക് എങ്ങനെയാണ് അരി, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്ക് ഒരു സ്റ്റേപ്പിൾ ഫുഡ്, പ്രധാന ഭക്ഷ്യ വിഭവമാകുന്നത് പോലെ അത് അവർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് തൂക്കി നോക്കുമ്പോൾ അവർ ചില ഉപായം പ്രയോഗിക്കുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു? ക്ഷാമം ഉണ്ടാകുന്നു. അങ്ങനെ 4ാമത്തെ മുദ്രയുടെ കീഴിൽ ആ ക്ഷാമം കാരണം മരണം വരും. അപ്പോൾ പക്ഷേ നമുക്ക് ഈ വാക്യത്തിൽ അവരുടെ കള്ളത്തരം കാണിക്കുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് വേറെ വാക്യത്തിലേക്ക് കിടക്കാം. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത വാക്യത്തിലേക്ക്, വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യം. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഇവിടെ എന്താണ് വ്യക്തമായിട്ട് പറയുന്നത്? 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പും 1 പണത്തിന് 3 ഇടങ്ങഴി യവം. നമ്മൾ ചിന്തിക്കേണ്ടത് ഭക്ഷ്യ വസ്തുക്കൾക്ക് വില വളരെയധികമായി കൂടുന്നു. 1 പണം ചില വേർഷനിൽ ഉപയോഗിച്ച് ഡെനേറിയസ് എന്നാണ്. അത് ഒരു വ്യക്തിയുടെ വേതനമാണ്, ഒരു ദിവസം കിട്ടുന്ന വേതനമാണ്, ഹിസ് ഡെയിലി വേജ്. അത് ഒരു ഗാലൻ്റെ 4/1, ഒരു ഗാലൻ്റെ 4/1 മാത്രമാണ് അതിൽ നിന്ന് ഗോതമ്പ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്രകാരൻ പറയുന്നത് ഇത് കാണിക്കുന്നു, ഈ വില കാണിക്കുന്നു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. അപ്പോൾ അതിന് 3 ഇടങ്ങഴി യവം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കും. പക്ഷേ ഇത് സാധാരണ വിലയേക്കാൾ 8 മുതൽ 16 മടങ്ങ് വലിയ വിലയാണ് ഇതിന് ചുമത്തുന്നത്. അങ്ങനെയാണ് അവിടെ ക്ഷാമമുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് 3 ഇടങ്ങഴി യവം കിട്ടുന്നില്ല. പക്ഷേ യവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പാവങ്ങൾക്കും മൃഗങ്ങൾക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും കിട്ടുന്നതിനേക്കാൾ 4/1 കുറവാണ് കിട്ടുന്നത്. ചിലപ്പോൾ നമുക്കറിയാം, ഇന്ന് ചില കുടുംബങ്ങളിൽ ഒരു വ്യക്തി മാത്രമാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകുന്നത് തന്നെ കുടുംബത്തെ മുഴുവനും പോറ്റാനാണ്. ഇത് ഒരു സ്ലേവിന്, ഒരു അടിമയ്ക്ക് കിട്ടുന്ന അളവ് പോലുമില്ല, അത്രത്തോളമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ക്ഷാമമാണ്, ഭക്ഷണമില്ലായ്മ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വില കൂടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ എന്ത് ചെയ്യും, ചില ധാന്യങ്ങൾ അവർ പൂഴ്ത്തി വയ്ക്കും, അപ്പോൾ വില കൂടും. അങ്ങനെ വില കൂടിയിട്ടാണെങ്കിൽ ചിലർക്ക് വാങ്ങിക്കാൻ പറ്റും, ചിലർ പട്ടിണി കിടന്ന് മരിക്കും. അങ്ങനെ വീണ്ടും ധനികന്മാരായിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് വേദപുസ്തകം എന്ത് പറയുന്നു നമുക്ക് വായിക്കാം. അതിനു മുൻപ് ദി അപ്പോക്കാലിപ്സ്, ദി എക്സ്പോസിഷൻ ഓഫ് ബുക്ക് ഓഫ് റെവലേഷൻ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഇൻ ഓർഡിനറി ടൈംസ്, സാധാരണ കാലത്തിൽ എ ഡെനേറിയസ് കുഡ് ബൈ 24 കോയിനസ് ഓഫ് ബാർലി. സാധാരണ കാലത്ത് എങ്ങനെ യവ എത്രത്തോളം കിട്ടും? 1 ദിനാരിയസിന് 24 കോയിനസ് എന്ന അളവിൽ കിട്ടും. ബട്ട് ഹിയർ എ ദിനാരിയസ് വിൽ ബൈ 3 ദ സ്കാൻഡി അലവൻസ് ഫോർ എ ഡേ ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് സ്ലേവ്. പക്ഷേ ഇപ്പോൾ എന്ത് ലഭിക്കുന്നു? അതേ അളവിൻ്റെ 3 അളവ് മാത്രം, 3 യൂണിറ്റ് മാത്രമാണ് അത് കിട്ടുക. അതൊരു ഒറ്റ അടിമയ്ക്ക് വേണ്ടി മാത്രം. കാരണം അടിമകൾക്ക് അധികം ഭക്ഷണം കൊടുക്കുകയില്ല, അത് നമുക്കറിയാം.
ഉള്ള ഒരു ദിവസം കിട്ടുന്നൊരു കാര്യം മാത്രം. പക്ഷേ ഇത് ഒരു വ്യക്തി ജോലിക്ക് പോയിട്ട് മുഴുവൻ കുടുംബത്തെ പോറ്റേണ്ട സമയമാകുമ്പോൾ അപ്പോൾ ക്ഷാമത്തിൻ്റെ അളവ് എത്രത്തോളമാണ്? അപ്പോൾ ഇത് എന്തിന് ക്ഷാമമാണ്? ദൈവ തിരുവചനത്തെക്കുറിച്ച് ക്ഷാമത്തെക്കുറിച്ചാണ് പറയുന്നത്. The arrival of things such a pass accordingly argues the severity of hard times, distress and want. അപ്പോൾ അവിടെയുള്ള പ്രശ്നം, എത്രത്തോളം ജനങ്ങളുടെ ആവശ്യം, ഇതെല്ലാം വളരെയധികമായിട്ട് കൂടി. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായം 5-ാം വാക്യം. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായം 5-ാം വാക്യം. ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും ഗോതമ്പ് പീടിക തുറന്നു വയ്പ്പാൻ തക്കവണ്ണം ശബത്ത് എപ്പോൾ കഴിഞ്ഞു പോകും. അപ്പോൾ വിശുദ്ധ ശബത്ത് എങ്ങനെയെങ്കിലും തീർന്നു പോയാൽ ഇതെല്ലാം വിൽക്കാൻ. പക്ഷേ എങ്ങനെയുള്ള വിൽപ്പനയാണ് നടക്കുന്നത്? ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് ആ വാക്യം പരിപൂർണമാകുന്നത്. അത് ഇംഗ്ലീഷിൽ വിടുന്നൊന്ന് വായിക്കാം. Saying, when will the new moon be gone, that we may sell corn, and the Sabbath, that we may set forth wheat, making the ephah small and the shekel great, and falsifying the balance by deceit. വഞ്ചനയോടെ ആ സ്കെയില് അല്ലെങ്കിൽ തുലാസിൽ ഇന്ന് നമുക്കറിയാം, ചില റേഷൻ കടയിൽ എന്ത് ചെയ്യും, ചില കാന്തമൊക്കെ വെച്ചിട്ട് തെറ്റായിട്ട് അതേപോലെ വഞ്ചന ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, അളവെല്ലാം മാറ്റി പാവങ്ങളെ ഉപദ്രവിക്കുന്നു. മീക്ക പ്രവചനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇത് തന്നെ വീണ്ടും പറയുന്നു, ദുഷ്ടന്റെ വീട്ടിൽ ഇനിയും അനീതിയുള്ള നിക്ഷേപങ്ങളും ശാപകരമായ കള്ള അളവും ഉണ്ടോ. പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു പോയിന്റ് കൂടി ദൈവം നമുക്ക് നൽകും. എന്താണെന്നറിയാമോ? നമുക്കിവിടെ ശാപകരമായെന്നാണ് മലയാളത്തിൽ ഉപയോഗിച്ചത്. പക്ഷേ ഇംഗ്ലീഷ് എന്ത് ഉപയോഗിച്ചത് നോക്കാം. Are they yet the treasures of wickedness in the house of the wicked, and the scant measure that is abominable. ശാപകരം വേറെ, അബോമിനബിൾ വേറെ. മ്ലേച്ഛത, അതാണ് ശാപകരം എന്ന വാക്കിനേക്കാൾ ഉപയോഗിക്കുന്നത്. എന്താണ് മ്ലേച്ഛത? കറുപ്പ് എന്തിനെ കാണിക്കുന്നു? ശൂന്യമാക്കുക. ആ കറുത്ത് പോയിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ കള്ള അളവുള്ള തുലാസ്, അത് എന്തിനെ കാണിക്കുന്നു? മ്ലേച്ഛത. കറുത്ത കുതിര ശൂന്യത. അപ്പോൾ രണ്ടുകൂടെ ചേർക്കുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത, ദി അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ. ഇതേപോലെ നമ്മൾ 3-ാം സഭ പഠിച്ച സമയത്ത് നമ്മൾ ബലാമിനും ബാലാക്കിനെ കുറിച്ച് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ഇത് രണ്ടും കൂട്ടി പറഞ്ഞ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. തിരുവചനം നമുക്ക് വീണ്ടും വീണ്ടും തെളിവുകൾ നമുക്ക് തരികയാണ്. ഇത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, തന്നെയാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ. ഹോശേയുടെ പ്രവചനം 12-ാം അധ്യായം 7-ാം വാക്യം. അവൻ ഒരു കനാന്യനാകുന്നു, കള്ളത്തുലാസ് അവൻ്റെ കയ്യിലുണ്ട്, പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കള്ളത്തുലാസ് കൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്നു. അവർക്ക് വേണ്ടുന്ന കാശില്ല ഇതെല്ലാം വാങ്ങിക്കാൻ. അതിൽ കൂടി എന്ത് സംഭവിക്കുന്നു? പാവങ്ങൾ വീണ്ടും പാവങ്ങളാകുന്നു, പണക്കാർ വീണ്ടും പണക്കാരെ മാറുന്നു. സദൃശവാക്യങ്ങൾ 11:1 കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോ അവന് പ്രസാദം. അപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇവിടെ പറയുന്നു, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പാകുന്നു, മ്ലേച്ഛകരമാകുന്നു. വീണ്ടും നമുക്ക് ഇത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സഹോദരൻ അഞ്ചുമായിട്ട് ഇപ്രകാരം പറയുന്നു, ഇനി ഓക്കെ, അതിൽ മുമ്പ് നമ്മൾ അപ്പോൾ കള്ളത്തുലാസ് എന്തെന്ന് കണ്ടു. പക്ഷെ ദൈവത്തിന് തിരുവചനം ഒരു കാര്യം കൂടി അന്ന് പറഞ്ഞു. ആ വാക്യത്തിൽ ദൈവം നമുക്ക് ഓർമ്മിച്ചു. എന്താണ്? അപ്പോൾ ഒരു 6-ന്റെ ആദ്യം വീണ്ടും വായിക്കുന്നു, ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങ എന്ന് പറയുമ്പോൾ ക്ഷാമമാണ്. സാധാരണ കിട്ടുക 4-1 കുറവാണ്. സാധാരണക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഒരു സ്ലേവ് അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വലിയൊരു ക്ഷാമമുണ്ട്. അവർ കള്ളത്തുലാസമാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന് വെറുപ്പാകുന്നു. പക്ഷെ അവിടെ എന്തുകൂടെ പറയും? എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത്. അപ്പോൾ എന്താണ് ഈ എണ്ണ? എന്താണ് വീഞ്ഞ്? വീഞ്ഞ് നമുക്കറിയാം, അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ പ്രതിദാനമാണ്. നമുക്ക് തിരുവത്താഴ മേശയുടെ അനുവദിക്കുന്ന എല്ലാ വാക്യങ്ങളും നമുക്കത് കാണാൻ സാധിക്കുന്നു. എണ്ണ എന്തിനെ കാണിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവ്. ഇനി ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഇവിടെ ബന്ധിപ്പിക്കാം? സഹോദരൻ ജി വൈറ്റിൻ്റെ ഒരു കോട്ട്. In order to secure man to himself and ensure his eternal salvation, മനുഷ്യനെ രക്ഷിക്കാനും അവന് നിത്യരക്ഷ ഉറപ്പാക്കാനും ക്രൈസ്റ്റ് ലെഫ്റ്റ് ദ റോയൽ കോർട്ട്സ് ഓഫ് ഹെവൻ ആൻഡ് കെയിം ടു ദിസ് എർത്ത്. ക്രിസ്തു സ്വർഗീയമായ തൻ്റെ എല്ലാ പ്രഭയും വിട്ട് ഭൂമിയിലേക്ക് വന്നു. എൻഡ്രോ ദി ആഗ്നീസ് ഓഫ് സിൻ ആൻഡ് ഷെയിം ഇൻ മാൻസ് ഡെത്ത്. മനുഷ്യന് വേണ്ടി അവൻ്റെ വേദനകളും അവൻ്റെ പാപവും അവൻ്റെ കുറ്റബോധവും അവൻ സഹിച്ചു, നാണക്കേടും സഹിച്ചു. ആൻഡ് ഡൈ ടു മേക്ക് ഹിം ഫ്രീ. ക്രിസ്തു മരിച്ച് നമ്മളെല്ലാവരെയും സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ്.
In view of this infinite price paid for man's redemption, how dare any professing the name of Christ treat with indifference one of this little one? ഇത്രത്തോളം വില കൊടുത്താണ് നമ്മൾ എല്ലാ വ്യക്തികളെയും ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ധൈര്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ബാക്കിയുള്ള നിങ്ങളുടെ സഹോദരങ്ങളെ വിലയില്ലാതെ കാണാൻ? How carefully should brothers and sisters in church guard every word and action lest they hurt the oil and the wine? എത്രത്തോളം സഭയിലെ ജനങ്ങൾ സൂക്ഷിക്കണം അവരുടെ വാക്കും ചിന്തയും. അവർ എണ്ണയും വീഞ്ഞിനെയും കേടുവരുത്തരുത്. അപ്പോൾ എണ്ണയും വീഞ്ഞിനെയും കേടുവരുത്തുമെന്ന് പറയുമ്പോൾ ദൈവജനമാണ്. അപ്പോൾ ഒരു താക്കി നമുക്ക് ഇവിടെ നിന്നുണ്ട്. മൂന്നാമത്തെ കുതിര മാത്രമല്ല എണ്ണയും വീഞ്ഞിനെയും കേടുവരുത്തുന്നത് ശ്രമിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തി. നമ്മൾ സഭയിൽ നമ്മുടെ കൂട്ടു സഹോദരനെ നശിപ്പിക്കാനോ നേരെ ഉപായം നമ്മൾ ചിന്തിക്കുകയോ അവന് വേണ്ടി കെണി ഒരുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എണ്ണയെയും വീഞ്ഞിനെയും എന്തുടർന്ന്. എണ്ണ എന്തിനെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവും. വീഞ്ഞെന്ന് ക്രിസ്തു. ഇത് രണ്ടും ആൽ പ്രവർത്തിക്കുന്ന ദൈവജനത. അവരെ ദൈവം എന്ത് ചെയ്തു? വിലയ്ക്ക്, അവൻ സ്വന്തം പുത്രൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പൗലോസ് ശൗലായിരുന്ന സമയത്ത് ക്രിസ്ത്യാനെ ഉപദ്രവിക്കാൻ പോകുന്ന സമയത്ത് നീ എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? വേറെ വാക്യം വന്നു, എൻ്റെ സഭയെ എലിജായിട്ട് വന്നു, ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ സഭയെ തുടർന്ന് എൻ്റെ കണ്ണിനെ കൃഷ്ണമണി തുടർന്ന്. അപ്പോൾ എന്താണ് എന്നെയും വീഞ്ഞും? ദൈവത്തിൻ്റെ സഭാജനത്തിന് അവർക്ക് ഉപദ്രവിക്കാനുള്ള കാലഘട്ടം അല്ലായിരുന്നു. ഇനി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് ബാലാമിനെയും ബാലാക്കിനെ കുറിച്ച് ഞാൻ പറയണം. ഞാൻ എന്നും എടുക്കുന്നേക്കാൾ സമയം ഇപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ആഴ്ചയിൽ 3 എപ്പിസോഡ് മാത്രമാണ്. നമുക്ക് വളരെയധികമായിട്ട് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ചില എപ്പിസോഡുകൾ ചിലപ്പോൾ നീണ്ടുപോകും. ദയവുചെയ്ത് നിങ്ങളത് കാണണം, കേൾക്കണം. എന്താണ് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കിവിടെ ബാലാമും ബാലാക്കുമാണ് പെർഗമോസ് സഭയെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ബാലാമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. പക്ഷേ യൂദാസിനെ പോലെ അദ്ദേഹം അനീതിയായിട്ടുള്ളത് ലാഭത്തെ കൊതിച്ചു. ഞാൻ ആ സംഭവം വിവരിക്കുന്ന നമുക്കറിയാം. ബിലിയാമിനെ വിളിക്കുന്നു ശപിക്കാൻ വേണ്ടി. 3 തവണ പലയിടത്തുമായിട്ട് കാണിച്ചു തുടങ്ങുന്നു, ശപിക്കുന്നില്ല. അപ്പോൾ തിരിച്ചയക്കുന്നു. പക്ഷേ ഞാനത് ഷോർട്ട് ചെയ്ത് പറയാണ്. ബിലിയാം എന്ത് ചെയ്തു? അനീതിയുടെ കൂലി കൊതിച്ച് ദൈവജനത്തിനെ തെറ്റിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ ഫോർണിക്കേഷൻ, വ്യഭിചാരവും വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച് തിന്നാൻ, അല്ലെങ്കിൽ ഐഡിൽസ് വർഷിപ്പ്, ഇത് രണ്ടും സ്ഥാപിച്ചു. എങ്ങനെയാണെന്ന് അറിയാമോ? ഇതെല്ലാം കണ്ടിട്ട് ബിലിയാമിന് മനസ്സിലായി, എനിക്ക് ഒരിക്കലും ഇവരെ ശപിക്കാൻ സാധിക്കും, എനിക്ക് സ്വയമായിട്ട് ശപിക്കാൻ പറ്റില്ല, ദൈവം എന്നിൽ കൂടിയാണ് സംസാരിക്കുക. നമുക്ക് സംഖ്യാപുസ്തകം 22 മുതൽ 24 നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എനിക്ക് ഒരിക്കലും ശപിക്കാൻ പറ്റില്ല, ദൈവത്തിന് ആത്മാവ് എൻ്റെ വായിൽ വരുന്നത്. ഇസ്രായേൽ ജനത്തെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്രായേൽ ജനത്തെ ആ ദൂരം നിന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ ജനം എത്രത്തോളം ഓർഡർലി ആയിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. അവരുടെ കൂടാരങ്ങൾ എത്രത്തോളം നല്ല വിധത്തിൽ പാർത്തു. അതുകൊണ്ട് അവരെക്കുറിച്ച് ശപിക്കാൻ ബിലിയാമിനൊന്നുമില്ലായിരുന്നു. അവർ പാപം ചെയ്താൽ മാത്രം, അവർ തെറ്റ് ചെയ്താൽ മാത്രം, ശ്രദ്ധിക്കണം, അവർ തെറ്റ് ചെയ്താൽ മാത്രം, പാപം ചെയ്താൽ മാത്രം ദൈവത്തിൻ്റെ ശാപം അവരുടെ മേൽ വീഴും, ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വീഴും. അപ്പോൾ ബാലാം ദൈവത്തിൻ്റെ പ്രവാചകൻ, ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നവൻ, സ്വന്തം ജനത്തിന് എതിരെ പ്രവർത്തിച്ചു. അനീതിയുടെ കൂലി കൊതിച്ച് എന്ത് ചെയ്തു? പിശാചിൻ്റെ പ്ലാൻ ബി. അതുകൊണ്ടാണ് പെർഗമോസ് സഭയിൽ അത് ഇട്ടത്. പെർഗമോസിനെ എലിവേറ്റഡ്. കോൺസ്റ്റാന്റിൻ്റെ കാലഘട്ടത്തിൽ സഭയ്ക്ക് വളരെയധികം പ്രിവിലേജസ് കൊടുത്തതായി നമുക്കവിടെ കാണാൻ സാധിക്കും. എന്ത് ചെയ്തു? മോവാബ്യ സ്ത്രീകൾ വളരെ ആകർഷണീയമുള്ളതാണ്. അതുകൊണ്ട് അവരെ അവരുടെ ഇടയിലേക്ക് കടത്തിവിട്ടു. ഇതാദ്യം രഹസ്യമായിട്ടാണ് നടന്നത്. അവരുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അവരിൽപ്പെട്ട് അവരും ബാൽ ദൈവത്തെ, ഏത് ദൈവത്തെ? ബാൽ ദൈവത്തെ. അങ്ങനെ അവർ വിശ്വാസത്യാഗത്തിലേക്ക് പോയി. ദൈവത്തിൻ്റെ ശാപം വീണു. അതിൽ ഒരു ശാപം മഹാമാരിയാണ്. മഹാമാരി എല്ലാം എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ശാപത്തിലാണ്. ഇതേപോലെ മഹാമാരി, മരണം 4ാമത്തെ സഭയിൽ മുദ്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ചിന്തിക്കേണ്ടത്, അവിടെ വ്യഭിചാരിണിയ സ്ത്രീ വന്നു. അതേപോലെ 4ാമത്തെ മുദ്ര കാലഘട്ടത്തിൽ ബിലിയാമും ബാലാക്കും
സ്ത്രീകളെ കടത്തിവിട്ടു, അവരെ വിശ്വാസത്യാഗം സംഭവിച്ചു. അങ്ങനെ വിശ്വാസത്യാഗം അങ്ങനെ പോയ സമയത്ത് അവിടെ എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ എന്ത് വന്നു? വിഗ്രഹാരാധന വന്നു. വ്യഭിചാരികളെ സ്ത്രീകൾ അവരുടെ നടുവിൽ വന്നു. ഇതാണ് പെർഗമോസിൽ നിന്നും തയത്തരയിലേക്ക്, മൂന്നാമത്തെ മുദ്രയിൽ നിന്നും നാലാമത്തെ മുദ്രയിലേക്ക് ഉള്ള ട്രാൻസിഷൻ, ഉള്ള മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. നാലാമത്തെ സഭയിൽ കുറച്ച് ജെസബേലുണ്ട്. ജെസബേൽ ഒരു വ്യഭിചാരിണിയാണ്. അതേപോലെ ബാൽ ദൈവത്തെ ആരാധിക്കുന്നതാണ്. എത്രത്തോളം സിമിലാരിറ്റീസ്! ഈ അപ്പോസ്റ്റസി, ഈ വിശ്വാസത്യാഗം സംഭവിച്ചത് യോർദാൻ നദി കടക്കുന്നതിന് തൊട്ട് മുൻപ്. അതൊക്കെ യോർദാൻ നദി മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ വാഗ്ദത്ത നാടായ കനാനിൽ കടക്കുന്നതിന് മുൻപ്. പക്ഷെ ആ വിശ്വാസത്യാഗം ബാലാമിന് അറിയാമായിരുന്നു. അവർ യഹോവയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ യഹോവ അവരെ ഒരിക്കലും കൈവിടില്ല, അവരൊരിക്കലും ശപിക്കില്ല, ദൈവം അവരെ ഒരിക്കലും ശിക്ഷിക്കില്ല, അവർക്ക് ഒരു നാശവും അവർക്ക് ഭവിക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ബിലിയാം എന്ത് ചെയ്തു? അവരുടെ മുന്നിൽ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, ഇടർച്ചക്കല്ല് അവരുടെ മുമ്പിൽ വെച്ചു. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നു. പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ അധ്യായം വായിച്ച് നോക്കണം. അപ്പോസ്റ്റൽസ് അറ്റ് ജോർഡൻ എന്നാണ് അധ്യായത്തിൻ്റെ ടൈറ്റിൽ. ഈ പെർഗമോസിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ മൂന്നാം മുദ്രയുടെ കാലഘട്ടം, എറർ ഓഫ് സ്പിരിച്വൽ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഗ്രേറ്റ് കോൺട്രവേഴ്സി ഒരു പ്രത്യേക അധ്യായമുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കണം. ഞാനിപ്പോഴേ അത് പറയാണ്. അപ്പോൾ പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കോട്ട് വരുന്നു: സേട്ടൻ സെഡ്യൂസ്ഡ് ഇസ്രായേൽ ഇൻടു ലൈസൻഷ്യസ്നെസ് ബിഫോർ ലീഡിങ് ദം ടു ഐഡോളട്രി. പിശാച് എന്ത് ചെയ്തു? വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന മുമ്പ് അവരെ ദുർനടപ്പിലേക്ക്. ലൈഷ്യസ്നെസ് എന്ന വാക്ക് അർത്ഥം ആകുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലൈംഗിക അരാജകത്വം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളൊരു സ്ത്രീയെ മോഹിക്കാൻ വേണ്ടി നോക്കിയാൽ നമ്മുടെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു. നമ്മൾ യഥാർത്ഥ വ്യഭിചാരം ചെയ്യുന്നില്ല, പക്ഷേ നമ്മളെ ചിന്ത കൊണ്ട്, കാണുന്നതുകൊണ്ട്. യോബ് ഒരു ഹൃദയത്തിൽ ഒരു ഉടമ്പടി ദൈവം ചെയ്യുന്നു. ഞാൻ ഒരു കന്യകയെ നോക്കുപോലുമില്ല. ദൈവജനം അങ്ങനെ അവസ്ഥയിലേക്ക് വരണം. നമ്മുടെ കണ്ണുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യണം. അല്ലെങ്കിൽ അന്ന് ഇസ്രായേലിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ഇന്ന് സെവൻത് ഡേ സഭയിൽ തന്നെ ഹോമോസെക്ഷൽ മാരേജസിന്, ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് മാരേജിനും സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കും. അത് റോമർക്കിൻ്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നത്, നമ്മളിങ്ങനെ അരാജകത്തിൽ, പാപത്തിൽ നമ്മൾ നിബന്ധിച്ച് പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമുക്ക് വഞ്ചന അയച്ചിട്ട് അതിന് അനന്തരഫലമാണ് ഈ ഹോമോസെക്ഷാലിറ്റി. ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും പ്രേമിക്കുന്നു. ഈ ലൈഷ്യസ്നെസ് അല്ലെങ്കിൽ ദുർനടപ്പ് ലൈംഗിക മാത്രമല്ല. ഇനി ആ കോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ സഭയുടെ നടുവിൽ, നമ്മുടെ ജനത്തിൻ്റെ ഇടയിൽ, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ട്. അത് മാറ്റുക. പല തരത്തിൽ, പല ഫോംസിലാണ്. അത് നമ്മൾ മാറ്റണം. കാരണം കനാൻ തൊട്ടടുത്താണ്. ഇസ്രായേൽ ജനത്തിൽ അന്ന് ഇതിൽ ഏർപ്പെട്ട ആർക്കും കനാൻ ദേശത്ത് കടക്കാൻ സാധിച്ചില്ല. നമുക്കൊരു കനാനുണ്ട്. അതിൽ കടക്കണമെങ്കിൽ ദുർനടപ്പ് നമ്മുടെ ഇടയിൽ നിന്ന് നീക്കുക. ദുർനടപ്പ് ലൈംഗിക അരാജകത്വം മാത്രമല്ല. Those who will dishonor God's image and defile His temple in their own person, ദൈവത്തിൻ്റെ സാദൃശ്യം, നല്ലുള്ള സാദൃശ്യം നശിപ്പിക്കുകയും നമ്മുടെ ശരീരം ദൈവത്തിന് ആലയമാണ്, അതിനെ അശുദ്ധമാക്കുകയും ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ അശുദ്ധമാക്കാൻ പറ്റും? ദാനിയേൽ 1-ാം അധ്യായത്തിൽ ഈ പർപ്പസ് അവൻ്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു, എൻ്റെ ശരീരത്തെ ഞാൻ അശുദ്ധമാക്കില്ല. എങ്ങനെ? രാജാവിൻ്റെ മാംസവും വീഞ്ഞും. നമ്മുടെ ഭക്ഷണക്രമം ആരും നമ്മളെ പറഞ്ഞ് തെറ്റിക്കാൻ പാടില്ല. നമ്മൾ എന്ത് കഴിച്ചാലും കുടിച്ചാലും നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. ദൈവജനത്തിൻ്റെ ഒരു സ്വഭാവം, നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് തിന്നുന്നു, എന്ത് കുടിക്കുന്നു എന്നതാണ്. നമ്മുടെ ഭക്ഷണം ശരിയല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല ദൈവമക്കളെ. എന്നോട് പറയുന്നുണ്ട്, will not scruple at any dishonor to God that will gratify the desire of the depraved heart. നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാൻ നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ സാധിക്കും. അതാണ് 3 പാവങ്ങൾ: കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രധാനങ്ങൾ. ജഡമോഹം, ഈ വിശപ്പും മാംസാഹാരത്തിനുള്ള ആസക്തിയും അല്ലെങ്കിൽ ഗ്ലട്ടനി, അമിതമായ ഭക്ഷണം, ഇതെല്ലാം ജഡത്തിന് ആവശ്യമാണ്. ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, ഞാൻ അടക്കം. പക്ഷേ ഇതിനെതിരെ നമ്മൾ പോരാടണം. ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക്
തേടാൻ സാധിക്കണം. സെൻഷ്വൽ ഇൻ്റലിജൻസ് വീക്കൻസ് ദി മൈൻഡ് ആൻഡ് ഡിബേറ്റ്സ്. ലൈംഗിക അരാജകത്വം എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിനെ അശക്തമാക്കുന്നു, നമ്മുടെ മനസ്സിനെ താക്കുന്നു, അല്ലെങ്കിൽ മൃഗതുല്യനാക്കുന്നു. ഗുഡ്നസ്, പ്യൂരിറ്റി, ട്രൂത്ത്. നന്മ, ശുദ്ധത, സത്യം, ദൈവത്തിനുള്ള ബഹുമാനം, റെവറൻസ് ഫോർ ഗോഡ് ആൻഡ് ലവ് ഫോർ സേക്രഡ് തിങ്സ്, വിശുദ്ധ കാര്യപത്ര സ്നേഹം, ഇതൊന്നും അങ്ങനെ ഹൃദയത്തിൽ ഉണ്ടാകത്തില്ല. ഇതെല്ലാം ജഡമോഹം, മോഹത്തിൻ്റെ എരിയുന്ന തീയിൽ നശിപ്പിക്കപ്പെടുന്നു. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അവരെന്ത് ചെയ്തു? ബാൽ ദൈവത്തെ ആരാധിച്ചു. യോർദാൻ കടക്കുന്നതിന് തൊട്ട് മുൻപ് ബാൽ ദൈവം എന്തിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ സൂര്യാരാധന. ഇസ്രായേൽ ജനം ദൈവത്തിന് ന്യായവിധി വരുന്നതിന് മുൻപ്, ദൈവം അവരെ മുദ്രയിട്ട് തീരുന്ന മുമ്പ്, എസെക്കിയേലിന്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കി 7-ാം അധ്യായത്തിൽ അവിടെ സൂര്യ ആരാധന ഉണ്ട്. ചരിത്രം വീണ്ടും ആവർത്തിക്കും. സഹോദരൻ എലിജബത്ത് പറയുന്നുണ്ട്, മച്ച് ഓഫ് ദി ഹിസ്റ്ററി വിൽ ബി റിപ്പീറ്റഡ്. സഭപ്രസംഗം 1:9, പുതിയ സൂര്യൻ്റെ കീഴിൽ യാതൊന്നുമില്ല, അപ്പോൾ നടന്നു ഇനി നടക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ യോർദാൻ തീരത്താണ്. അന്ന് സംഭവിച്ച ലൈംഗിക ആരാധന നമ്മളിലുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ജഡമോഹത്താൽ നമ്മുടെ സഭാജനം ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കാതെ എന്ത് തിന്നാലും കഴിച്ചാലും കുഴപ്പമില്ല, മാംസാഹാരം എനിക്ക് എൻ്റെ അവസാനം വരെ കഴിക്കാം എന്നുള്ള ചിന്ത, ഇത് എല്ലാം ദൈവത്തിൽ നമ്മൾ അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു. സത്യം ഒരാൾ സംസാരിച്ച് സാധിക്കുള്ളൂ. അതുമാത്രമല്ല ദൈവജനത്തെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. beguiled with music and dancing and allured by the beauty of heathen vessels, they cast off their fealty to Jehovah. എങ്ങനെയാണ്? സംഗീതത്താൽ, നൃത്തത്താൽ, ആ ആരാധനയുടെ അപ്പം, ആ മഹത്വത്താൽ, അവരുടെ ആരാധനക്രമത്താൽ യഹോവയുള്ള ഭക്തിയിൽ നിന്നും അവർ വിട്ടുമാറി. ദൈവജനമേ, ഇന്ന് അറിയാമോ എന്ത് തരം സംഗീതമാണ് ഇന്ന് നമ്മൾ സഭയിൽ ഉപയോഗിക്കുന്നത്? നമ്മൾ ചിന്തിക്കാം, എനിക്ക് യുവജനങ്ങൾ എൻ്റെ സഭയിലേക്ക് കൊണ്ടുവരണം, ജനങ്ങൾക്ക് ആത്മാവ് നിറഞ്ഞു എന്നുള്ള തോന്നൽ കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് ഫാസ്റ്റായിട്ടുള്ള സംഗീതം വേണം, ബീറ്റുള്ള സംഗീതം വേണം. പാട്ട് കേട്ടുന്നതാണ്, അല്ല പതുക്കെ പാടുന്നത്, ഉറക്കം തൂങ്ങി പാടുന്നത് ഒന്നും വേണ്ട. പെർഗമോസ് സഭയിൽ റോമാക്കാരെ സഭയിലേക്ക് കൊണ്ടുവരാൻ കോൺസ്റ്റാന്റിൻ ചെയ്തത് ഇതാണ്. വിശ്വാസത്യാഗത്തിന് കാരണം ഇതാണ്. ഇസ്രായേൽ ജനം യോർദാൻ നദിക്ക് കടക്കുന്നതിന് മുൻപ് അപ്പോൾ ഉണ്ടായ വിശ്വാസത്യാഗത്തിന് കാരണം ഇത് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അത് ലൈംഗിക രാജ്യത്വം മാത്രമല്ല, നമ്മുടെ ഭക്ഷണകാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ മന്ദിരത്തെ, വസ്ത്രധാരണം അതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട്. അത് മാത്രമല്ല ഇതിൽ ഉൾപ്പെടുന്നത്. പിന്നെ എന്തുണ്ട്? നമ്മുടെ സംഗീതം. ഇന്ന് പല ആരാധനാലയങ്ങളിലും ഇന്ത്യയിലുണ്ടെന്ന് തോന്നുന്നില്ല, നൃത്തങ്ങളാണ് ആരാധിക്കാൻ വേണ്ടി. തിയേറ്ററിക്കൽ പെർഫോമൻസ് ആണ് ആലയത്തിൽ നടക്കുന്നത്. സഹോദരൻ എലിജബത്ത് വ്യക്തമാക്കുന്നു, there shall be no theatrical performance in the church. പക്ഷേ സഭയിൽ നൃത്തവും സംഗീതവും പലതരത്തിലുള്ള നൃത്തം. അപ്പം നിങ്ങൾ ചിന്തിക്കും അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. സത്യത്തെ അടിച്ചമർത്തിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. ഇത് ജനത്തിനിടയിലല്ല, നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിലുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ പറയുന്നു വീഞ്ഞുകുടി, ഇൻ്റലിജൻസ്, അവരുടെ വിശപ്പ്, ജഡത്തിൻ്റെ, ഇതെല്ലാം അവർക്ക് എന്ത് കഴിക്കാൻ തോന്നുന്നോ അതവർ കഴിക്കും. വീഞ്ഞുകുടി. വീഞ്ഞ് അന്ത്യകാലത്ത് എങ്ങനെയാണ് വരുന്നത്? ദുരുപദേശങ്ങൾ. ഇന്ന് സെവൻത്-ഡേ അഡ്വെന്റിസ്റ്റ് ചർച്ചിൻ്റെ പുൽപ്പിറ്റുകൾ മിക്ക ഇതും നമുക്ക് ദുരുപദേശങ്ങൾ പ്രസംഗിക്കപ്പെടുന്നു. ക്രിസ്തു വരെ ഇനിയും സമയമെടുക്കും. ഞായറാഴ്ച നിയമം ഇപ്പോൾ അടുത്തൊന്നുമില്ല. ഇപ്പോൾ ഈ കൊറോണ കഴിയും, എല്ലാം നേരെയാകും. തെറ്റായ ഉപദേശങ്ങൾ, വീഞ്ഞുകൂടി, അതേപോലെ ഇൻ്റലിജൻസ്. നമ്മുടെ ജഡം എന്താണ് ആവശ്യപ്പെടുന്നത് അത് കഴിക്കുക. എനിക്ക് ഇത് കഴിക്കാൻ തോന്നുന്നു, അത് കഴിക്കുക. ചിന്തിക്കുന്നില്ല ഇത് ദൈവം പറഞ്ഞിട്ടുണ്ടോ അരുതെന്ന്. ഇത് എന്നെ ആത്മീയമായിട്ട് എന്ത് സഹായിക്കും? ഇവിടെയെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വീഴ്ച സംഭവിക്കുന്നതാണ്. പക്ഷെ മാറ്റം അനിവാര്യം. ഞാൻ കോട്ട് മുഴുവനും വായിക്കുന്നില്ല. നടന്ന ചില സംഭവങ്ങൾ കൂടി കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രം ഒരു എക്യുമെനിക്കൽ മൂവ്മെൻറ്റിലാണ്. ആ ആർട്ടിക്കലിൻ്റെ ഹെഡിങ് പ്രകാരമാണ്: Seventh-day Adventists, Roman Catholics and Evangelicals sign a historic ecumenical charter that affirms faith in one holy Catholic Apostolic Church. ഒറ്റ സഭയേ ഉള്ളൂ, അത് കത്തോലിക്ക സഭയാണ് എന്ന് പറയുന്നത്. സർവസഭ മൈത്രി, സർവസഭ മൈത്രി അല്ലെങ്കിൽ സർവസഭയുടെ കൂട്ടായ്മ, അതാണ് എക്യുമെനിക്കൽ ചാർട്ടർ എന്ന് പറയുന്നത്.
ഒരു അഡ്വൻറ്റിസ്റ്റ് ഇറ്റാലിയാന്ന് തോന്നുന്നു, അവിടെയുള്ള ഒരു പാസ്റ്റർ സൈൻ ചെയ്തു. പക്ഷേ അവിടെയുള്ള നേതാക്കന്മാർ ഇത് നമ്മൾ അറിഞ്ഞിട്ടല്ല എന്ന് പറയുന്നു. അവരങ്ങനെ ഇത് 2020 ജാനുവരി നടന്നതാണ്. അടുത്ത സംഭവം നിങ്ങൾ കാണുന്നത് ഈ ചിത്രം എനിക്ക് കിട്ടിയ ആർട്ടിക്കിളിൽ നിന്നും ഞാൻ കണ്ട ഹെഡ്ലൈൻ: സെവൻത്-ഡേ അഡ്വെന്റിസ്റ്റ്, റോമൻ കാത്തലിക്സ്, ഇവാഞ്ചലിക്കൽസ്, എർത്ത് വർഷിപ്പേഴ്സ് ആൻഡ് സ്പിരിച്വലിസ്റ്റ് ഗ്യാദർ ടു സെലിബ്രേറ്റ് എർത്ത് ഹാർവെസ്റ്റ് 2020. എന്താണ് ഇവിടെ കാണുന്ന ഒരു മേരിയാണ്. അവരതിന് വിളിക്കുന്നത് വേറെ പേര് വെച്ചാണ്, പക്ഷെ അത് മേരി ആരാധനയാണ്. സ്പിരിച്വലിസ്റ്റ് കൂടെ ഉണ്ട്, ഭൂമി ആരാധിക്കുന്നവർ കൂടെ ഉണ്ട്. അല്ല, ആര് കൂടെ ഉണ്ടായിരുന്നു? സെവൻത് അഡ്വെന്റിസ്റ്റ്. എക്യുമിനിസം, ഇത് നേതാക്കന്മാരോട് നമ്മൾ എക്യുമിനിസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അവർ നേടാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് തന്നെയല്ലേ കോൺസ്റ്റാന്റിനും ചെയ്തത്? എന്ത് വ്യത്യാസമാണുള്ളത്? ഇരുളും വെളിച്ചം എന്ത് കൂട്ടായ്മ? അവരിൽ നിന്ന് മാറി നിൽക്കണം. വി ഷുഡ് ബി എ ഡിസ്റ്റന്റ് പീപ്പിൾ. അവരെ അടുത്ത് പറയണം ബാബിലോൺ വിട്ടു പോരാൻ. പക്ഷെ നമ്മൾ ബാബിലോണിൻ്റെ ഉള്ളിൽ ചെന്ന് അവരുടെ കൂടെ കലരാൻ വേണ്ടിയല്ല ദൈവവചനം പറയുന്നത്. അവരെ വിട്ട് പോരുവിൻ. ഒരുമിച്ച് ഗാനങ്ങൾ പാടി ഡാൻസ് ഒരുമിച്ച് ആരാധിക്കുന്നു. നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? പാട്രസ് ആൻഡ് പ്രൊഫറ്റ്സിൽ യോർദാൻ നദിയിൽ നടന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഇറ്റ് വാസ് ബൈ അസോസിയേറ്റിംഗ് വിത്ത് ഐഡലേറ്റേഴ്സ് ആൻഡ് ജോയിനിങ് ഇൻ ദെയർ ഫെസ്റ്റിവിറ്റീസ് ദാറ്റ് ദ ഹീബ്രൂസ് were led to transgress God's law and bring his judgment upon the nation. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ കോട്ട് മുഴുവൻ വായിക്കുന്നില്ല, നമുക്ക് സമയമില്ല. വിഗ്രഹ ആരാധനയായിട്ട് ബന്ധപ്പെടുകയും അവരുടെ ആഘോഷങ്ങളിൽ ചേരുന്നതുമാണ് അവർ ദൈവ നിയമത്തെ ലംഘിക്കുന്നത്. ഈ കോട്ട് ഇനി നിങ്ങൾക്ക് ഇത് ബാക്കി നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം. ഇത്രയേ ഉള്ളൂ. അവരുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അവരെ അതിന് വിട്ട് വെളി വരാൻ വേണ്ടിയാണ് പറയേണ്ടത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോൾ കാണുന്ന പോസ്റ്റർ മുകളിൽ നമുക്കറിയാം സെവൻത്-ഡേ അഡ്വെന്റിസ്റ്റ് ചർച്ചിൻ്റെ ലോഗോയുണ്ട്. നമ്മുടെ ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത്? 24-25 ജൂലൈ 2020 ഒരു വെള്ളിയും ഒരു ശനിയുമാണ്. അപ്പോൾ ശബത്ത് ദിവസമാണെന്ന് ഓർക്കണം. യൂത്തിനെ ആകർഷിക്കാൻ വേണ്ടി ഗെയിം ടൂർണമെൻറ്റ്, ഫിഫ 20യും 2K20. ഫിഫ 20 ഫുട്ബോളിൻ്റെ ഒരു ഗെയിമാണ്, 2K20 ബാസ്കറ്റ് ബോളിൻ്റെ ഗെയിം ടൂർണമെൻറ്റ്. ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. സമ്മാനം എക്സ്ബോക്സ് പ്ലേ സ്റ്റേഷൻ ഇതൊക്കെയാണ്. ഒരു എക്സ്ബോക്സ് പ്ലേ സ്റ്റേഷൻ ഇതെന്ത്? ഒരു വ്യക്തിയെ, ഒരു യുവജനത്തെ എങ്ങനെയാണ് ന്യായവിധി ദിവസത്തിൽ ദൈവത്തെ സത്യസന്ധമായിട്ട് നിൽക്കുവാനും ന്യായവിധി ദിവസത്തിൽ നിൽപ്പാൻ ഒരു വ്യക്തി എന്താണ് തയ്യാറാക്കുന്നത്? എന്നാണ് ഈ ഗെയിം ടൂർണമെൻറ്റ് നിങ്ങൾ വയ്ക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗെയിംസ് ഇതെല്ലാം നമ്മളെ ക്രിസ്തുവിൽ നിന്ന് എടുത്ത് മാറ്റുന്നു, വേറെ കാര്യം. പക്ഷേ ഇത് കളിക്കുന്നത്, ആ ടൂർണമെൻറ്റ് വയ്ക്കുന്നത് തന്നെ സാബത്താണ്. അതിൻ്റെ കൂടെ വർഷിപ്പ് യുവജനങ്ങൾ നേടാൻ. അപ്പോൾ ഇപ്പം നമ്മുടെ പുൽപ്പിറ്റിൽ നിന്നും കേൾക്കുന്ന ഫാൾസ് ഡോക്ട്രിൻസ്, ഒരു വിശ്വാസ ത്യാഗം സംഭവിച്ചു. എൻ ജി വൈറ്റ് പറയുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഒരു വിഷനിൽ കാത്തലിക് പ്രൊസഷൻ പോലെ തോന്നുന്നു. എൻ ജി വൈറ്റ് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും ഇവിടെ പറയുന്നത് നമ്മൾ ഈ സഭ വിട്ട് മാറണം, ഈ സഭ വിട്ട് പോകണം എന്ന് ചിലർ പറയുന്നത് നമുക്ക് ഈ സഭ വിട്ടിരുന്നാൽ വെളി വരണം. അല്ല ദൈവമക്കളെ, യോർദാൻ നദിയിൽ അത് സംഭവിച്ചു. ന്യായവിധി അവരുടെ മേൽ മുഴുവനും വീണു. പക്ഷേ ആ തെറ്റ് ചെയ്തവരെ മാത്രം കൊന്നു കളഞ്ഞപ്പോൾ ന്യായവിധി നിന്നു. അന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ ആ കൂട്ടത്തിൽ വിട്ട് മാറാൻ പറഞ്ഞില്ല. അവരുള്ള തെറ്റായിട്ടുള്ള ജനത്തെയാണ് എടുത്തു മാറ്റിയത്. അതേപോലെ ഒരു കുലുക്കത്തിന് അനുഭവം വരുന്നു. ഈ സഭയിലുള്ള ഈ വിശ്വാസത്യാഗങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. വിശുദ്ധ ശബത്തിനെ മാനിക്കാത്ത, നമ്മുടെ ശരീരത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് മാനിക്കാത്ത, ലൈംഗിക അരാജകത്തിൽ കഴിയുന്ന, വിഗ്രഹ ആരാധനയിൽ കഴിയുന്ന, ബാലിനെ ഏതെങ്കിലും വിധത്തിൽ ആരാധിക്കുന്നവർ വീണുപോകും. അതിൽ കൂടി നമ്മൾ വീഴാതിരിക്കണം. കുലുക്കത്തിന് അനുഭവം വന്നു കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇനിയും വേറെ അനുഭവം ചിലപ്പോൾ ഇനിയും ഉണ്ടാവും, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ എവിടെയാണ്? ഇസ്രായേൽ ജനം ദൈവത്തെ മാത്രം പിന്തുടരുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നമില്ല. രണ്ടാമത്തെ മുതല കാലഘട്ടത്തിൽ ഉപദ്രവം ഉണ്ടായാലും അവർ ദൈവത്തോട് കൂടെയായിരുന്നു. ഇന്ന് നമുക്ക് വേണ്ടത് ആ അനുഭവമാണ്. ഇന്ന് എത്ര പേർക്ക് എൻ്റെ ജീവിതത്തിൽ ലൈംഗിക അരാജകത്വമുണ്ട് ഏതെങ്കിലും വിധേന, എൻ്റെ ജീവിതത്തിൽ ജഡമോഹമുണ്ട്, വിശപ്പ്, അല്ലെ ഞാൻ കേൾക്കുന്ന സംഗീതം, ഞാൻ സഭയിൽ പാടാനറിയ സംഗീതം, ഞാൻ സഭയിൽ അനുവദിക്കുന്ന കാര്യങ്ങൾ, നേതാക്കന്മാരാണ്. ഇത് ഇന്ത്യയിലൊന്നും നടന്നതല്ല, ആണ് ഞാൻ സന്തോഷിക്കുന്നത്. പക്ഷേ നമ്മൾ വിഷമിപ്പിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ എന്നെ വിഷമിക്കുന്നു, അതേപോലെ ഈ തെറ്റുകളും എന്നെ വിഷമിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കണം.
നേതാക്കന്മാർ ഒരിക്കലും ഇപ്രകാരം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള തീരുമാനം നമ്മുടെ സഭകളിൽ എടുക്കാൻ പാടില്ല. വിശ്വാസത്യാഗം ചെയ്ത് സംഭവിച്ചാൽ ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മേൽ വീഴും. ഇതാരെങ്കിലും പറഞ്ഞേ പറ്റൂ. എസ് അമ്പത് കാഹളമിട്ട് നിൻ്റെ ജനത്തിൻ്റെ തെറ്റുകളെ കാണിച്ചു കൊടുക്കാൻ ദൈവം പറയുന്നു. അത് മാത്രം ഞാൻ ഇവിടെ ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാസത്തിൽ വസിക്കുന്ന അടികളെ വാർത്തയിട്ട് പിതാവേ, അടികളുടെ പഠനം സമയം വിട്ടുപോയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അടികളെ ശക്തീകരിക്കുവാനും പിതാവേ, പെർഗമോസ് സഭയിൽ സംഭവിച്ചതുപോലെ വിശ്വാസത്യാഗം അടികൾക്ക് സംഭവിക്കാതിരിക്കാൻ കൃപ പ്രാർത്ഥിക്കുന്നു. അന്ന് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് സംഗീതം, നൃത്തം, ജഡത്തിൻ്റെ മോഹങ്ങൾ, ലൈംഗിക അരാജകത്വം ഇതെല്ലാം നമ്മുടെ ഇടയിലുണ്ടെന്ന് അടിയൻ കുറച്ച് വിശ്വസിക്കുന്നു. അടിയങ്ങൾ ഇത് ഇന്ന് ഉപേക്ഷിക്കുന്നു. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. അടിയങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് അടിയങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കണമെന്ന് ഞാൻ പക്ഷേ എല്ലാ കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ. ആമേൻ.